ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് റിക്വസ്റ്റഡ് വീഡിയോ തന്നെയാണ്. തേർഡ് പാർട്ടി റീഡിങ്സ് വേണമെന്നുള്ളത് ഒരുപാട് പേര് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ ചെയ്തിട്ടും കുറച്ച് നാളുകളായി. സോ നിങ്ങളുടെ പേഴ്സണും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയും തമ്മിലുള്ള എനർജീസ് എങ്ങനെയാണ്, അവർ തമ്മിലുള്ള ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ അവരുടെ ആ ഒരു ലൈഫിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ആ ഒരു എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ റീഡിങ്ങിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമുക്ക് ഇന്നിവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. ഇവിടെ അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെയും അതുപോലെ തന്നെ തേർഡ് പാർട്ടിയുടെ എനർജീസാണ് നോക്കുന്നത്. അവർ തമ്മിലിപ്പോൾ എങ്ങനെയാണ് സിറ്റുവേഷൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ഒരു പ്രധാനമായിട്ടും നമ്മൾ ഇവിടെ ഓറിയൻറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട്. അതോടൊപ്പം തന്നെ മേ ബി ഈ ഒരു റിലേഷൻഷിപ്പിനകത്തുള്ള മറ്റേതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സഹായികളായിട്ടുള്ള വ്യക്തികളോ, ചിലപ്പോൾ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം. അങ്ങനെയുള്ള കുറച്ച് സപ്പോർട്ടിംഗ് ആയിട്ട്, അതായത് തേർഡ് പാർട്ടിക്ക് കൂടി ഫേവറായിട്ട് നിൽക്കുന്ന ചില വ്യക്തികളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഇന്നത്തെ ഒരു സ്പ്രെഡ് കിട്ടിയിരിക്കുന്നത്. അതായത് സിംഗിളായിട്ട് ഒരേ ഒരു തേർഡ് പാർട്ടി എന്നുള്ളത് മാത്രമല്ല, ആ ഒരു തേർഡ് പാർട്ടിക്ക് കുറച്ച് അനുകൂലമായിട്ടുള്ള ചില സാന്നിധ്യങ്ങളും കൂടി നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടെ നമുക്ക് മെയിൻലി ഒരു ഫെമിനിൻ എനർജിയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ആ ഒരു എനർജിയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ കാണാനായിട്ട് കൂടുതലും സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് എന്താ പറയുന്നത്, അത്രയധികം അങ്ങോട്ട് വീക്കായിട്ടുള്ളൊരു പേഴ്സൺ അല്ല. ഓൾറെഡി എല്ലാ കാര്യങ്ങളിലും വളരെയധികം ഷാർപ്പായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ വളരെയധികം കണ്ണിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. അതായത് ഓരോ സാഹചര്യങ്ങളും എങ്ങനെ തനിക്ക് അനുകൂലമാക്കാം എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാവരെ കൊണ്ടും കഴിയുന്നൊരു കാര്യമല്ല. ചില ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു എക്സ്പ്രഷൻസും കാര്യങ്ങളും എന്തൊക്കെയാണ് അവർക്ക് മറ്റൊരാളോട് കൺവേ ചെയ്യാനുള്ളത്. ചിലപ്പോൾ ഒരുപാട് ദേഷ്യമായിരിക്കും. അതൊക്കെ അപ്പം തന്നെ സഡൻലി വിളിച്ചു പറഞ്ഞ് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇവിടെ ഇവരെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പ്ലാൻ ചെയ്ത്, അല്ലെങ്കിൽ ഏത് സിറ്റുവേഷനും എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് വ്യക്തമായിട്ട് ധാരണയുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു സംസാരവും പെരുമാറ്റവും ഒക്കെ ആയിരിക്കും ഈ ഒരു പേഴ്സൻ്റേത്. അതുപോലെ തന്നെ ഇവരെന്ന് പറയുന്നത് അവർ എന്താണോ പുറമേ ഉള്ളത്, അല്ലെങ്കിൽ എന്താണോ മറ്റുള്ളവരോട് ഇടപഴകുമ്പോൾ അവർക്കുള്ളൊരു മുഖം, അതായിരിക്കില്ല അവരുടെ ഒരു റിയൽ ക്യാരക്ടർ. നമ്മൾ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ ചിലപ്പോൾ വളരെ സോഫ്റ്റായിട്ട് നിൽക്കുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് സ്നേഹം കാണിക്കുന്ന ടൈപ്പ് ഓഫ് എനർജി ആയിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഉള്ളിൽ കുറച്ച് ക്രൂക്കഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കണ്ണിങ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ എങ്ങനെയാണ് പല കാര്യങ്ങളും തനിക്ക് അനുകൂലമാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഓരോ സിറ്റുവേഷനും നമ്മളുടെ ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച് മുൻപോട്ട് കൊണ്ടുപോകേണ്ടത് എന്നറിയാവുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ കുറേയധികം വ്യക്തികളുടെയും ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് യൂഷ്വലി മിക്കവർക്കും പെട്ടെന്ന് ഉണ്ടാവുന്ന ആ ഒരു എന്താ പറയുക, നമുക്ക് ഉണ്ടാവുന്ന ഒരു വികാരാവേശങ്ങളുടെ അതിൻ്റെ പുറത്ത് നമ്മൾ കൂടുതലൊന്നും ചിന്തിക്കാതെ വായിൽ തോന്നുന്ന വിളിച്ച് പറയുക, അല്ലെങ്കിൽ പെട്ടെന്ന് സിറ്റുവേഷനിൽ വൈബ്രൻ്റ് ആവുക, ഇങ്ങനെയൊക്കെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാരാണ് കൂടുതലും. പക്ഷേ ഇവർ വളരെയധികം പക്വതയോടുകൂടി അല്ലെങ്കിൽ ചിന്തിച്ച് മാത്രം പ്രവർത്തിക്കുന്ന വ്യക്തികളാണ്. അതായത് ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള വ്യക്തികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണെ കുറിച്ച് മറ്റുള്ളവരോട് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പൊതുവെ ആളുകളോട് അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലൊരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിനുടമയാണെന്നൊക്കെ ആളുകൾ പറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. കാരണം ആ ഒരു രീതിയിലാണ് അവർ പുറമേ മറ്റുള്ളവരോട് ഇടപഴകുന്നത്. അപ്പോൾ നമുക്കിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും അവരുടെ ഈ ഒരു ടാക്ടിക്സ് ഈ റിലേഷൻഷിപ്പിനകത്തും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വ്യക്തിയെ അവർക്ക് അനുകൂലമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് അവർ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ, അത് അവരുടെ ഭയങ്കരമായിട്ടുള്ളൊരു ദേഷ്യമോ കാര്യങ്ങളോ ഒക്കെ പ്രയോഗിച്ചല്ല, വളരെയധികം തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ നയപരമായിട്ടാണ് അവരത് ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുത്തിട്ടുള്ളത്. മേ ബി ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവാം. അതായത് ഇമോഷൻസ് വെച്ചിട്ടായിരിക്കും അവർ കൂടുതൽ കളിച്ചിട്ടുണ്ടാവുക. സെൻറ്റിമെൻ്റൽ അപ്രോച്ച് എന്നൊക്കെ നമ്മൾ പറയില്ല, ആ ഒരു രീതിയിലായിരിക്കണം കൂടുതലും നിങ്ങളുടെ പേഴ്സണെ അവരിലേക്ക് ആക്കിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെയും അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെയും കാര്യങ്ങളാണ് കൂടുതൽ വരുന്നതെങ്കിൽ പോലും ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചിട്ട് നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ ഈ ഒരു റിലേഷൻഷിപ്പ്, അതിപ്പോൾ ഏത് തരം റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇതിനകത്ത് കുടുക്കിയിട്ടതാവാനേ സാധ്യതയുള്ളൂ. അതായത് ആ ഒരു പേഴ്സൺ
മനഃപൂർവ്വമായിട്ട് അങ്ങോട്ട് പോകുന്നതിന് പകരമായിട്ട് നമ്മൾ പിടിച്ച് വലിച്ച് കൊണ്ടുപോകുക എന്ന് പറയില്ല, ആ ഒരു രീതിയിൽ തീർച്ചയായിട്ടും എന്നിലേക്ക് കൊണ്ടുവരണം അല്ലെങ്കിൽ എൻ്റെ സൈഡിലേക്ക് നിർത്തണം എന്ന് വിചാരിച്ച് മുൻകൈ എടുത്തിട്ടുള്ള ഒരു പേഴ്സണെ തന്നെയാണ് നമുക്കിവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണുന്നത്. അപ്പോൾ ഇവിടെ പിടിച്ചു വലിക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചത് ഫിസിക്കലി അവരെ ബലം പിടിച്ച് കൊണ്ടുപോയി എന്നുള്ളതല്ല, അവരുടെ മൈൻഡിൻ്റെ ഒരു ഡിറ്റർമിനേഷനാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണെ ഇങ്ങോട്ടേക്ക് നിർത്തണം എന്നുള്ള അവരുടെ ഒരു ഡിറ്റർമിനേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇമോഷൻസ് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ സെൻറ്റിമെൻ്റൽ അപ്രോച്ച് വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൻ്റെ കാലുമേലുണ്ടായ ഒരു ചങ്ങല അല്ലെങ്കിൽ ഒരു ചങ്ങലയ്ക്ക് ഇടുക എന്ന് നമ്മൾ പറയില്ലേ, ആ ഒരു രീതിയിലാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് കിടക്കുന്നത്. അവരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാൻ സാധിക്കാത്ത രീതിയിൽ അതിനകത്ത് തളച്ചിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെടുത്തിയിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചില സമയത്ത് നമ്മൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തേർഡ് പാർട്ടിയും ഈക്വലി ഇവരെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കും ഒരു സ്നേഹമുള്ളതായിട്ട് വരുന്ന തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നമുക്ക് വരാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫേസ് മാസ്ക് ഇട്ട് നടക്കുന്ന പേഴ്സണാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോട് അവർക്കുള്ള റിലേഷൻഷിപ്പ് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും അത് ജെനുവിൻ ആയിട്ടുള്ള ഒരു സ്നേഹബന്ധമോ കാര്യങ്ങളോ അല്ല. വളരെയധികം സെൽഫിഷ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്, അല്ലെങ്കിൽ അതേപോലെയുള്ള ഒരു ഫെമിനിൻ എനർജിയാണ് നമുക്കിവിടെ കൂടുതലായിട്ടും കിട്ടുന്നത്. അപ്പോൾ അത്രയധികം സെൽഫിഷ് ആയതുകൊണ്ട് തന്നെ സ്വന്തം കാര്യങ്ങൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സ്വന്തം കാര്യം നേടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകാനായിട്ട് മടിയുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ചിരിച്ച മുഖം കാണിക്കാം, അല്ലെങ്കിൽ ഒരുപാട് പാവമായിട്ട് അഭിനയിക്കാം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അതിൻ്റെ വരുംവരാഴികളെക്കാൾ ഉപരിയായിട്ട് അവർ ചിന്തിക്കുന്നത് അവരുടെ വിജയമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിൽ മാറി നിൽക്കുന്നൊരവസ്ഥയാണ്, അല്ലെങ്കിൽ നോ കോൺടാക്റ്റിലേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വരാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല അവർ നിങ്ങളിലേക്ക് വരാതിരുന്നത്, അല്ലെങ്കിൽ വരാതിരിക്കുന്നത് അതുകൊണ്ടല്ല. കാരണം അവരുടെ ഇപ്പോഴുള്ളൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചങ്ങലയാണ്. അത് നമുക്കത് പ്രത്യക്ഷത്തിൽ കാണുന്നില്ലെങ്കിൽ പോലും ഒരു ഇമാജിനറി ലൈൻ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ആ ഒരു തരത്തിൽ അവരെ അതിനകത്ത് കുരുക്കിയിട്ടിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആദ്യത്തെ ഒരു എനർജി അല്ല നിങ്ങളുടെ വ്യക്തിക്കുള്ളത്. അവർക്കും ഒരുപാട് ചേഞ്ചസ് ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ ആദ്യകാലങ്ങളിൽ ഈ ഒരു തേർഡ് പാർട്ടിയുടെ കയ്യിലൊരു പപ്പറ്റായിട്ടാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്, അല്ലെങ്കിൽ അവരെന്ത് പറയുന്നു അത് കേൾക്കേണ്ടി വരുന്നൊരു സാഹചര്യത്തിലാണ് അവർ പോയിരുന്നതെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല, അവർക്കും തീർച്ചയായിട്ടും മാറ്റം വന്നിട്ടുണ്ട്. ഒരു ട്രാൻസ്ഫർമേഷൻ നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. കാരണം ഇവിടെ ചിലപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടിയിലേക്ക് പോകുന്ന ആദ്യത്തെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലൊക്കെ നോക്കുമ്പോൾ അത്രയധികം അവർക്ക് ഒരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നെങ്കിൽ പതി ഇങ്ങനെയുള്ളൊരു സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് കഴിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരു നിലനിൽപ്പ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, പതി അവരുടെ ഒരു ഗ്രൗണ്ട് അവർക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ സാധിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യത്തെ പോലെ അത്രയും ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ അവർക്കില്ല. അതായത് കുറച്ചും കൂടി ആളൊന്ന് ഫ്രീ ആയിട്ടുണ്ടെന്നുള്ളതാണ്. മേ ബി ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് കുറച്ച് അധികം നാളുകളായിട്ടുണ്ടെങ്കിൽ ഇനി ഈ ഒരു വ്യക്തി ഇവിടെ നിന്ന് പോവില്ല എന്നുള്ള ചിലപ്പോൾ തേർഡ് പാർട്ടിയുടെ ഓവർ കോൺഫിഡൻസ് കൊണ്ടായിരിക്കാം ഇവരുടെ മേലുണ്ടായിട്ടുള്ള നിയന്ത്രണവും കാര്യങ്ങളും എല്ലാം കുറച്ചധികം കുറഞ്ഞു വന്നിട്ടുണ്ട് എന്ന് തന്നെ വേണം പറയാൻ. അപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണും പതിയെ പതിയെ ഇവരുടെ ഒരു ഫേസ് റിവീൽ ആവുന്നുണ്ട്. ഇവരെക്കുറിച്ച് പൂർണ്ണമായിട്ടും മനസ്സിലാക്കി അല്ലെങ്കിൽ ഇവരെന്താണെന്നുള്ളത് കംപ്ലീറ്റ്ലി അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതല്ല, പക്ഷേ ഒരുപാട് ചേഞ്ചസ് ഈ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ അവർ ഒരുപാട് രീതിയിൽ ഇവരെ മനസ്സിലാക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇവരുടെ ആ ഒരു മുഖം മൂടി അവരുടെ മുൻപിൽ പതിയെ അഴിഞ്ഞു വീഴാനായിട്ട് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു മൂഷിക സ്ത്രീ പിന്നെ മൂഷിക സ്ത്രീ എന്ന് പറയുന്ന പോലെ ഒരുപാട് നാളുകൾ നമ്മൾ ഒരാളെ വിശ്വസിച്ചിങ്ങനെ അല്ലെങ്കിൽ അയാളൊരു ഫേസ് മാസ്ക് ഇട്ട് നമ്മളുടെ മുൻപിൽ കാണിക്കുന്നു, നമ്മളത് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ള ഒരു തോന്നലൊക്കെ നമുക്ക് ഉണ്ടാവുന്നു. പക്ഷേ ഒരു പീരീഡ് കഴിഞ്ഞ് ഇവരുടെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ മാറുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇവരുടെ ഒരു തനി നിറം പുറത്താവുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോഴാണ് ഞാൻ വിചാരിച്ച പോലെയല്ലല്ലോ ഇയാൾ എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അത് ചിലവർക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ചിലവർക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളുകളും എടുക്കും. അത് ഒരു മനുഷ്യൻ്റെ എങ്ങനെയാണോ നമ്മളുടെ ഒരു കോമൺ സെൻസ് എന്നുള്ള രീതിക്ക് അനുസരിച്ചിട്ടാണ് അത് ചിന്തിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാനുള്ളൊരു കഴിവുണ്ടാവുക. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് അനുകൂലമായിട്ടൊരു കാര്യം തീരുമാനം എടുക്കണം, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവണമെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് എന്നുള്ള രീതിയിലൊക്കെ കൂടി പറഞ്ഞ് ഈ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണ അവരുടെ മനസ്സിൽ ഉണ്ടാക്കിയിട്ടായിരിക്കും ഇവരുടെ വഴി ചൂസ് ചെയ്യുക.
അതായത് ഇവരുടെ നമ്മൾ ഫൈനൽ ഒരു ഡെസ്റ്റിനേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷേ പ്രത്യക്ഷത്തിൽ ഒരു വ്യക്തി ഇത് കേട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇത് കേട്ട് കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ ആളെ നമ്മൾ എന്താ പറയുക, ഫൂളാക്കുക എന്ന് പറയില്ലേ, ആ ഒരു രീതിയിലാണ് അവരുടെ ഒരു പെരുമാറ്റം. അപ്പോൾ ഇവിടെ നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത് 2 ഡെക്സിനകത്ത് നമുക്ക് വന്നിട്ടുണ്ട്. ഇവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലും അവർക്ക് നിങ്ങളുടെ ഓർമ്മയും കാര്യങ്ങളെല്ലാം കയറി വരുന്നുണ്ട്, നിങ്ങളുടെ മെമ്മറീസ് കയറി വരുന്നുണ്ട്. നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ഒരു ഉത്സാഹക്കുറവ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അതായത് ചില സമയങ്ങളിൽ ഫുള്ളി അങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല, പക്ഷേ പല സമയങ്ങളിലും അവർക്കൊരു മിസ്സിങ് ഉണ്ടാകുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാതിരിക്കുന്ന ഒരു അവസരത്തിൽ പോലും പെട്ടെന്ന് നിങ്ങളുടേതായിട്ടുള്ളൊരു തോട്ട് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ടാവാം. അതായത് ഒരു നിരാശാബോധം തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൻ്റെ മനസ്സിനകത്തുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്ന വ്യക്തിയും ചിലപ്പോൾ പെട്ടെന്ന് ആളുകളെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ടൈപ്പ് ഓഫ് എനർജി ഉള്ളൊരു വ്യക്തി ആയിരിക്കണം എന്നില്ല. അല്ലെങ്കിൽ എന്താ പറയുന്ന ആളുകൾ ചിലപ്പോൾ ചിരിച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ വിശ്വസിക്കുക, അല്ലെങ്കിൽ അവരെ ഉടനെ അവർ പറയുന്ന സത്യമാണെന്നുള്ള രീതിയിൽ മനസ്സിലേക്ക് കൊണ്ടുവരും. ആ ഒരു രീതിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരു പേഴ്സൺ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതായത് ഇവരെ എളുപ്പം കബളിപ്പിക്കാൻ സാധിക്കുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ സെൻറ്റിമെൻറ്റ്സിൻ്റെ പേരിലൊക്കെ മുതലെടുക്കാൻ സാധിക്കുന്ന വ്യക്തികളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മളിവിടെ കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരും ആ ഒരു പഴയ സ്റ്റാൻഡിൽ നിന്ന് കുറച്ചും കൂടി ഒരു സ്പേസിലേക്ക് അവർക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. അത് അവർക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റെബിലിറ്റി കൊണ്ടോ, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഏതെങ്കിലും രീതിയിൽ പഴയതിനേക്കാൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു അവസ്ഥ വന്നതുകൊണ്ടായിരിക്കാം എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ അവരുടെ കൂടെ നിന്ന് പോകുന്നതെന്ന് പറയുന്നത് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ അവരെന്താണോ, അല്ലെങ്കിൽ അവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അതെല്ലാം മാറ്റി വെച്ചിട്ട് എന്നുള്ളൊരു രീതിയിലാണ് അവരവിടെ നിൽക്കുന്നത്. പൂർണ്ണമായിട്ടും മറ്റൊരു വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിലപ്പോൾ അവർക്ക് ഒഴിവാക്കാൻ കഴിയാത്തൊരു ബന്ധമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു എനർജിയിലാണ് അവർ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ചിലപ്പോൾ ഈ ഒരു പേഴ്സൻ്റെ സഹവാസ ഗുണം കൊണ്ടായിരിക്കും അവരും കുറച്ച് കാര്യങ്ങൾ എന്താ പറയുക, മറ്റുള്ളവരെ കാണിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഇവരും പഠിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ആ ഒരു മെജീഷ്യൻ എനർജി പോലെ പതിയെ പതിയെ കുറച്ച് മാറ്റങ്ങൾ നിങ്ങളുടെ പേഴ്സൺ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങളുടെ വ്യക്തിയോട് തേർഡ് പാർട്ടി ഒരുപാട് സ്നേഹം കാണിക്കുന്നു, പക്ഷേ ഉള്ളിൽ മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ അവരുടെ മാത്രം സ്വാർത്ഥമോഹങ്ങളാണ് അവരുടെ മനസ്സിനകത്തുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണൊപ്പം പെരുമാറാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആദ്യ കാലങ്ങളിൽ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഇവർക്ക് ജെനുവിൻലി ഒരു സെൻറ്റിമെൻറ്റ്സോ കാര്യങ്ങളോ ഒക്കെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ അവരെന്താണോ ഇവരോട് കാണിക്കുന്നത് അതുപോലെ തന്നെ ചിലപ്പോൾ വലിയ സ്നേഹത്തിലായിരിക്കാം തിരിച്ച് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സ്നേഹം ഉള്ളതുപോലെ അഭിനയിക്കുന്നുണ്ടാവാം. പക്ഷേ എക്സാക്ട്ലി റിയൽ മൈൻഡിൽ അവരങ്ങനെയല്ല അവരെ കാണുന്നത്, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവ് ഈ ഒരു പേഴ്സൺ ഏതൊക്കെയോ രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യക്ഷത്തിൽ അവരെ എതിർക്കുന്നില്ല, അവരുടെ കൂടെ നിൽക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു എനർജിയിൽ അവർ പോയി പോകുന്നുണ്ട്. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഒരുപാട് പേഷ്യൻസോടു കൂടിയാണ് അവരവിടെ നിൽക്കുന്നത്. അവരുടെ ക്ഷമയുടെ മാക്സിമം എടുത്താണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അവർ ഒട്ടും ഹാപ്പി അല്ലാഞ്ഞിട്ട് പോലും പ്രത്യക്ഷത്തിൽ അവർ കാണിക്കുന്നില്ല, പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ അവർ ആ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തതായിട്ട് നമുക്ക് കാണാം. അതായത് പഴയതുപോലെ അവരുടെ ഹൃദയത്തിലേക്ക് ഇടം കൊടുക്കുന്നില്ല. ചിലപ്പോൾ നിങ്ങളിൽ നിന്ന് അകന്ന് പോയൊരു സമയത്ത് ഇവരുടെ ഒരു വാക്കിനായിരിക്കാം അവർ പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെക്കാൾ മികച്ചതെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവുക. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ആ ഒരു ലെവലിൽ നിന്ന് ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു പക്ഷേ ഇവിടെ വന്നിരിക്കുന്ന തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിങ്ങൾ വരുന്നതിന് മുൻപേ ഉള്ളൊരു വ്യക്തിയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സമയങ്ങളിലൊക്കെ ഇവരുമായിട്ട് അത്ര നല്ല രീതിയിൽ ടേംസിൽ പോകാതിരുന്ന ഒരു വ്യക്തിയായിരിക്കും. പിന്നീട് നിങ്ങളുടെ ഒരു എൻട്രിക്ക് ശേഷമായിരിക്കും ഇവർ ചിലപ്പോൾ നിങ്ങൾ സന്തോഷത്തോടു കൂടി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ പോകുന്നു എന്ന് കണ്ടപ്പോൾ കയറി വന്നിട്ടുണ്ടാവുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ളൊരു സമയത്ത് പുതുതായിട്ട് വന്ന ഒരു സെക്കൻഡറി റിലേഷൻഷിപ്പ് ആയിരിക്കാം ഇത്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണിങ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ് അപ്പുറത്തുള്ളത്. അപ്പോൾ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഏത് രീതിയിൽ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഇവരുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കണമെങ്കിൽ ഏത് രീതിയിൽ പ്രവർത്തിച്ചാലാണ് അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ അവർക്ക് ഉണ്ടായിട്ടുള്ള, ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആ ഒരു ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വിടാത്ത രീതിയിൽ കുരുക്കിയിട്ടിരിക്കുകയാണ്. അതെങ്ങനെ അഴിച്ചു മാറ്റണം എന്നുള്ളത് ഈ ഒരു പേഴ്സൺ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഏത് തരത്തിൽ നിന്ന് കഴിഞ്ഞാലാണ് ഇവരോട് ഒരുമിച്ച് പോകാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സൺ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു. അതായത് ഏത് രീതിയിലാണ് ഇവരോട് പെരുമാറേണ്ടത്, എങ്ങനെ പെരുമാറിയാലാണ് ഇലക്കും മുള്ളിനും കേടില്ലാത്ത പോലെ ഈ ഒരു പേഴ്സൺ ഒഴിവാക്കാൻ സാധിക്കുക, അല്ലെങ്കിൽ ഇവരുടെ ഈ ഒരു തന്ത്രത്തിൽ നിന്ന് ഊരിപ്പോരാൻ സാധിക്കുക എന്നുള്ളത് ഇവർ മനസ്സിലാക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്.
അതായത് ഓരോ വ്യക്തികളോടും പെരുമാറേണ്ടുന്നതിനൊരു നയമുണ്ട്. ചില ആളുകളോടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എതിർത്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഒന്നും പറയാതെ ഇപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി പറയുന്നത് കേൾക്കും. ചിലപ്പോൾ അത് ഭയം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ വഴക്ക് വേണ്ടാന്നുള്ളത് കൊണ്ടായിരിക്കും. അങ്ങനെ സ്വഭാവമുള്ള വ്യക്തികളുണ്ട്. ചിലവരുടെ അടുത്താണെന്നുണ്ടെങ്കിൽ എതിർപ്പിൻ്റെ ഭാഷയോ ഭീഷണിയോ ഒന്നും നടക്കില്ല, സ്നേഹം കൊണ്ട് മാത്രം കീഴ്പ്പെടുത്താൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ ഓരോ വ്യക്തികളെ അനുസരിച്ച് അവരുടെ ഒരു ക്യാരക്ടർ ചേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ അവരെ എന്താ പറയുന്നത്, ഒരു നിലക്ക് നിർത്തുന്നതിന് ഒരു തന്ത്രമുണ്ട്, അല്ലെങ്കിൽ എങ്ങനെ അവരെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം എന്നുള്ളത് പ്രത്യേകിച്ച് ഫാമിലിയൊക്കെ ആകുമ്പോഴത്തേക്കും അതിൻ്റേതായിട്ടുള്ളൊരു രീതിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ അറിയാം തീർച്ചയായിട്ടും അവർ എന്താണോ ഇവരോട് കാണിച്ചിരുന്നത് അതല്ല റിയൽ ആയിട്ടുള്ള ആ ഒരു പേഴ്സൺ. ഒരുപാട് സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിച്ച് നിർത്തുന്നുണ്ട്, പക്ഷേ ആഫ്റ്റർ ഓൾ കറങ്ങിത്തിരിഞ്ഞ് വരുമ്പോൾ അവരുടെ മാത്രം കാര്യങ്ങൾക്കുള്ള ഒരു ഫേവറിസം കൊടുത്തിട്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ അത് മനസ്സിലായത് കൊണ്ട് തന്നെ അവർ മാനസികമായിട്ട് ഇവരെ മാറ്റി നിർത്തുന്നുണ്ട്, പക്ഷേ പ്രത്യക്ഷത്തിൽ അത് കാണിക്കുന്നില്ല. ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ വലിയ സ്നേഹം ഇവരും തിരിച്ച് കാണിച്ചേക്കാം, അല്ലെങ്കിൽ ആ ഒരു തന്ത്രം നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ പേഴ്സൺ ഇങ്ങനെയുള്ളൊരു കാര്യങ്ങളോ എന്തെങ്കിലും ആരോടെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഷെയർ ചെയ്യാനായിട്ട് ചിലപ്പോൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പോലും തേർഡ് പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഒപ്പം ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു അഡ്വൈസ് കൊടുക്കുന്ന രീതി ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ച് ചിലപ്പോൾ അത്ര നല്ലതല്ലാത്ത കാര്യങ്ങളായിരിക്കാം മറ്റുള്ളവരോട് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ആരോടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല, അവർ വളരെ നല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ആളല്ല എന്ന് പറഞ്ഞ് സപ്പോർട്ട് ചെയ്യാനുള്ള ആൾക്കാരും കൂടി ഇവരോടൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ പഴയതുപോലെയല്ല, അത്രയധികം കണ്ണുടച്ച് വിശ്വസിക്കുന്ന ആ ഒരു രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാര്യത്തിലായിരിക്കും. ഇപ്പോൾ എല്ലാവരുടെ അടുത്തും അങ്ങനെ ആവണമെന്നില്ല, പക്ഷേ ഈ ഒരു പേഴ്സൻ്റെ ഒരു ക്യാരക്ടർ ഏകദേശം അവർക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരുടെ ഉദ്ദേശം ശരിയല്ല, ഇവർ നമ്മൾ ഈ വെടക്കാക്കി തനിക്കാക്കുക എന്നൊക്കെ പറയില്ല, ആ ഒരു രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, എത്രയും വേഗം അവിടെ നിന്ന് ഓടി വരണം എന്നുള്ളൊരു എനർജിയാണ്, അല്ലെങ്കിൽ അവിടെ നിന്ന് ദൂരേക്ക് ഓടി പോകണം എന്നുള്ളൊരു എനർജിയാണ്. നമുക്ക് അവസാനം വന്നിരിക്കുന്ന ഒരു കാർഡാണെന്നുണ്ടെങ്കിൽ ആ ഒരു തരത്തിൽ തന്നെയാണ്. അവർക്കവിടെ മടുത്തു, ഇവരെന്തൊക്കെ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ സ്നേഹപ്രകടനം കാണിച്ചാലും, അല്ലെങ്കിൽ എന്തൊക്കെ ടാക്ടിക്സ് കാണിച്ച് അവിടെ നിർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാലും ആഫ്റ്റർ ഓൾ അവർക്ക് മടുക്കുന്നൊരു എനർജിയാണ്. അതായത് നമ്മൾ ഈ ഒരു പക്ഷിയെ കൊണ്ട് സ്വർണ്ണക്കൂട്ടിൽ അടച്ചാലും അതിന് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുന്ന ഒരു മെൻറ്റാലിറ്റിയിലൂടെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ കടന്നു പോകുന്നത്. അപ്പോൾ എന്തെല്ലാം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും, അല്ലെങ്കിൽ എത്രയൊക്കെ സ്നേഹപ്രകടനം കാണിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർക്കത് ഉൾക്കൊള്ളാനായിട്ടാവുന്നില്ല, അല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള നമ്മളുടെ ചോയ്സ്, അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടം ഇതെല്ലാം മാറ്റി വെച്ചിട്ട് മറ്റൊരാളുടെ ഒരു സെൻറ്റിമെൻറ്റ്സിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു എന്താ പറയുന്നത്, നമ്മളില്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചില ഫാമിലിക്കൊക്കെ അങ്ങനെ ഒരു സംഭവമുണ്ട്, ആരെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ ചില പാരൻസൊക്കെ പറയാറുണ്ട്, ഇനി അവരുടെ പുറകെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിക്കില്ല, അല്ലെങ്കിൽ ഞങ്ങളിനി കാണില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഭീഷണിയുടെ പുറത്തൊക്കെ നിലനിർത്തുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവിടെയും ഈ പറയുന്ന പോലെ സെൻറ്റിമെൻ്റൽ അപ്രോച്ചാണ്, നമ്മളുടെ പാരൻസ് ആണല്ലോ, അപ്പോൾ നമ്മൾ കാരണം വേദനിക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് ആദ്യമേയൊക്കെ കുറേ ഒതുങ്ങി നിൽക്കും. പക്ഷേ ആഫ്റ്റർ ഓൾ നമ്മളെന്ന് പറയുന്ന വ്യക്തിയുടെ മാനസികമായിട്ടുള്ള ഒരു ഇഷ്ടവും കാര്യങ്ങളും നടക്കാതെ ആകുമ്പോൾ മനുഷ്യർക്ക് അതിനകത്ത് കഠിനമായിട്ടുള്ള നിരാശ വരും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇവിടെ ഈ ഒരു പേഴ്സണും അവരുടേതായിട്ടുള്ള ചോയ്സസിനോ അല്ലെങ്കിൽ ഇഷ്ടത്തിനോ ജീവിക്കാനായിട്ട് കഴിയുന്നില്ല, ഈ ഒരു ചട്ടക്കൂടിനകത്ത് അവർ നിൽക്കുകയാണ്. അപ്പോൾ എങ്ങനെ അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് അവരിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പേഴ്സണെ എങ്ങനെ കാണിച്ചാലാണ് ഇവരിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ സാധിക്കുക, അല്ലെങ്കിൽ ഈ ഒരു ചങ്ങലയിൽ നിന്ന് പോരാൻ സാധിക്കുക എന്നുള്ളതാണ് അവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് ഫൈനലി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഒട്ടും ഹാപ്പി അല്ല നിങ്ങളുടെ പേഴ്സൺ. മാത്രമല്ല നിങ്ങളുമായിട്ടുള്ള ആ ഒരു റീകൺസിലിയേഷൻ, അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റ് മാറ്റി നിങ്ങളിലേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ആ ഒരു ഡിവൈൻ ടൈം ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ടൈം എത്രയും വേഗം ഉണ്ടായെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇവിടെ അവർ വിചാരിക്കുന്ന ഇതിന് എപ്പോഴെങ്കിലും ഒരു മാറ്റം ഇതിന് വേണ്ടിയിട്ട് വരും, അല്ലെങ്കിൽ അനുകൂലമായിട്ടുള്ളൊരു സമയം തീർച്ചയായിട്ടും ലൈഫിൽ വരും, ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോവില്ല എന്ന് തന്നെയാണ് അവരവിടെ ചിന്തിക്കുന്നത്. അപ്പോൾ അവിടെ അവർ ഈ ഒരു തേർഡ് പാർട്ടിയോട് ഒരുപാട് കള്ളങ്ങൾ പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ജെനുവിൻ ഫീലിങ്സും കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചിട്ട് ആ ഒരു രീതിയിൽ നിന്ന് പോകുന്നൊരു എനർജിയാണ്, സഹിച്ച് നിൽക്കുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ. അപ്പോൾ രക്ഷപ്പെടാനായിട്ടൊരു പഴുത് നോക്കി നിൽക്കുകയാണ്, ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ചാടി പോരണം എന്നുള്ളൊരു രീതിയിൽ നിൽക്കുകയാണ്. കാരണം അത്രയ്ക്കധികം അവർക്ക് അവിടെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയും കാര്യങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളിനി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പതിയെ ഇവരുടെ ആ ഒരു സ്ട്രെങ്ത്ത് കൂടി വരും. ഇപ്പോൾ അവർക്ക് ആ ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ട്, ഇനി ആ ഒരു സ്ട്രെങ്ത്ത് അവർക്ക് കൂടി ആ ഒരു തേർഡ് പാർട്ടിയെ ശരിക്കും എതിർത്ത് നിൽക്കാൻ, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി പുറത്തേക്ക് വരാനുള്ള ഒരു എനർജിയിലേക്ക് ഈ ഒരു പേഴ്സൺ വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എത്ര പേർക്ക് റെസണേറ്റ് ആവും എന്നുള്ളത് അറിയില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിലും എല്ലാവരുടെ സാഹചര്യം ഇങ്ങനെ തന്നെ ആവണമെന്നില്ല.
അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും കുറ്റം പറയാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഒരു സ്പ്രെഡ് കണ്ടിട്ട് എനിക്ക് പൂർണ്ണമായിട്ടും ഈ ഒരു പേഴ്സണെ കംപ്ലീറ്റ്ലി പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു പാസ്റ്റും കാര്യങ്ങളൊന്നും റിവീലല്ല. ഇനി നിങ്ങളെ ചതിച്ചിട്ട് പോയതാണോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ട് ഒഴിവാക്കി പോയതാണോ എന്നുള്ളത് വന്നിട്ടില്ലെങ്കിൽ കൂടിയും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും എല്ലാം കാണുമ്പോൾ അത്രയധികം ഒരു എന്താ പറയുന്നത് ഇമോഷണൽ സ്ട്രാറ്റജിയൊക്കെ വെച്ച് മാറ്റിക്കൊണ്ടുപോയ പോലെയാണ് നമുക്കിവിടെ തോന്നുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇതിൽ മാച്ചിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റെസണേറ്റ് ചെയ്യുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനുമായിട്ടും ഇതുപോലെ ബന്ധമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ പൂർണ്ണമായിട്ടും തെറ്റുകാരനോ തെറ്റുകാരിയോ ആണോ എന്നുള്ളതും കൂടി പറയാം. അപ്പോൾ കംപ്ലീറ്റ്ലി ചീറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയുടെ എനർജി ആയിട്ട് നമുക്കിതിവിടെ തോന്നുന്നില്ല. കാരണം അത്രയും അങ്ങനെയുള്ളൊരു എനർജി ആണെന്നുണ്ടെങ്കിൽ അവർ പലപ്പോഴും നിങ്ങളെ മിസ് ചെയ്യും, നിങ്ങളിലേക്ക് വരാനായിട്ട് ഇത്രയും ഇഷ്ടത്തോടു കൂടി ആഗ്രഹിക്കുകയും ചെയ്യില്ല. അപ്പോൾ അത് മാത്രമാണ് നമുക്ക് ഇവരെക്കുറിച്ച് പറയാനായിട്ട് കഴിയുന്നത്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റീഡിങ് ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളോ എടുക്കുന്നില്ല. കാരണം ഓൾറെഡി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ളവർ മാത്രം ഇത് കാണേണ്ട ഒരു ആവശ്യമുള്ളൂ. അത് മാത്രമല്ല, ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണ്, തേർഡ് പാർട്ടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ്ങുമാണ്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കേട്ട് കഴിയുമ്പോൾ ഏകദേശം തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ആ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് മാറി നിങ്ങളിലേക്ക് വരണമെങ്കിൽ അത്രയും കാര്യമായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക, മാനിഫെസ്റ്റ് ചെയ്യുക. അവർക്ക് കുറച്ചും കൂടി ആ ഒരു തേർഡ് പാർട്ടി എതിർത്ത് നിങ്ങളിലേക്ക് വരാനുള്ള ഒരു സ്ട്രെങ്ത്തിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെയും കൂടി ഒരു സപ്പോർട്ട് ആവശ്യമാണ്. തീർച്ചയായിട്ടും ഒരു ഡിവൈൻ ടൈം എത്തുമ്പോൾ അങ്ങനെയുള്ളൊരു സംഭവം നടക്കും. എങ്കിൽ കൂടിയും നിങ്ങളുടെ ഭാഗത്തുനിന്നും കൂടി ആകുമ്പോഴത്തേക്കും ആ ഒരു പേഴ്സണ് ഒരു സോൾ വൈസ് അത് ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു കാര്യം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരണമെങ്കിൽ തീർച്ചയായിട്ടും ക്ലെയിം ചെയ്യുക, വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എപ്പോഴും തേർഡ് പാർട്ടി അവരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് വിചാരിച്ച് നിങ്ങൾ എപ്പോഴും തേർഡ് പാർട്ടിയെ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരും. അതൊരു സ്ട്രോങ് ഡിറ്റർമിനേഷനായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.